സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പള്ളിപ്പുറം പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക പുസ്തക ദിനം ആചരിച്ചു. ലോകത്ത് എന്തൊക്കെ മാറ്റമുണ്ടായാലും പുസ്തക വായന മരിക്കില്ല എന്ന് CP പള്ളിപ്പുറം സൂചിപ്പിച്ചതുപോലെ പള്ളിപ്പുറം യൂണിറ്റ് വളരെ ഭംഗിയായിട്ട് അലക്സിന്റെ നേതൃത്വത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചു. നമുക്കതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലുള്ള പുസ്തക ആഘോഷ പരിപാടികളും വായനയുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം നടത്താൻ വായനാക്കൂട്ടം വളരെ സഹായിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ചിന്ത. അങ്ങനെ നമ്മുടെ ഈ പ്രസ്ഥാനം മുന്നേറിട്ട് ഇത് ഈ പ്രദേശത്തിന് കുളിരും തണലും പകരുന്ന ഒരു പുരോഗമനാശയങ്ങളുടെ കുളിരും അതുപോലെ തന്നെ ചൂടും പകരുന്ന ഒരു നല്ല പ്രസ്ഥാനമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പുസ്തകം ക്ഷണിക്കുന്നത് മനുഷ്യന്റെ പൊള്ളുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ്. ഓരോ അനുഭവങ്ങളും സർഗസൃഷ്ടിയായി രൂപാന്തരീകരണം നടക്കുന്നതിലൂടെ പുതിയ എഴുത്തുകാരെ സൃഷ്ടിക്കുന്നുവെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച PG വായനക്കൂട്ടവും പുസ്തക വായന ദിനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിരുചി ഉയർത്താനുള്ള ഒരു സമയപരിധി ഇത്രയും കവിതകൾ പ്രതിപാദിച്ചുകൊണ്ട് നടത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഈ 86 കവിതയിൽ നിന്നും 14 കവിത മാത്രം ഞാൻ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പം ഞാൻ സാധാരണ എല്ലാവർക്കും വസിക്കു സാറും നിർജീവമാകുന്ന വായനശാലകൾ സജീവമാകണം, പുതുതലമുറ വായന ഒരു ശീലമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനം അലക്സ് താളിപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം പള്ളിപ്പുറം യൂണിറ്റ് സമ്മേളനത്തിൽ വിവേകാനന്ദൻ മുനമ്പത്തിന്റെ മരണവീട്ടിൽ വന്ന ദൈവം എന്ന പുസ്തക പരിചയം ബാബു മുനമ്പം നിർവഹിച്ചു. മിനി രാജീവ്, MK സുരേഷ്, AK ഗിരീഷ്, ജോസഫ് കോട്ടപ്പറമ്പിൽ, ആന്റണി രാജു, വിവേകാനന്ദൻ മുനമ്പം, റോബ്സൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.